പിന്നെ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ ദിവസം 2 ദിവസം പുറത്തിറങ്ങാൻ ഒരു മടിയായിരുന്നു. പിന്നെ ഞാൻ രീതിക്കാണ് വാർത്ത വന്നത്. പടം വരെ വെച്ചാണ് വാർത്ത. പടം വരെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ പ്രോഗ്രാമിൽ സിനിമയിലൊക്കെ അഭിനയിച്ചാൽ കൂടുതൽ റീച്ച് എനിക്ക് കിട്ടിയെന്ന് തോന്നുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഉപ്പും മുളകിലെ സീരിയലിലെ 2 നടന്മാർക്കെതിരെ ഒരു പീഡന പരാതി ആരോപണം വന്നിട്ടുണ്ടല്ലോ. വെറും പീഡനം മാത്രമല്ല, പീഡിപ്പിച്ചതിന് ശേഷം അതിനെ ഫോണിൽ പകർത്തി എന്നുള്ളൊരു ആരോപണം കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഫോണിൽ പകർത്തിയെങ്കിൽ അത് ഫോണിൽ കാണണം, അല്ലെങ്കിൽ തന്നെ ആ ഫോണിനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത സാധനമാണെങ്കിൽ കൂടി റിക്കവർ ചെയ്തെടുക്കാനൊക്കെ പറ്റും. പിന്നെ ആ ഫോണ് തന്നെ കിട്ടണം, അല്ലെങ്കിൽ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ SP ശ്രീകുമാർ വന്ന് ഒരു പ്രതികരണം വൈഫുമായിട്ടൊക്കെ ഇരുന്ന് ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പൊ ബിജു സോപാനം, അതായത് ബാലു എന്ന് പറയുന്ന ആ ക്യാരക്ടർ അഭിനയിക്കുന്ന ബിജു സോപാനവും രംഗത്ത് വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇവർ അടുപ്പിച്ച് രണ്ടുപേരും രംഗത്ത് വന്നപ്പോൾ തന്നെ എനിക്കെന്തോ ഒരു വശപ്പശക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ എവിടെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വിഷയം വന്ന സമയത്ത് നിവിൻ പോളിയെ പോലെ നല്ല നെഞ്ചും വിരിച്ച് നട്ടലോടെ ചങ്കൂറ്റത്തോടെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കാതെ പോയത് എന്തുകൊണ്ടാണെന്ന്. ഇനിയിപ്പോൾ എല്ലാവർക്കും ഒരേ ധൈര്യം വരണമെന്നൊന്നുമില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ നിയമവും നിയമവ്യവസ്ഥയും ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. സത്യം വിളിച്ചു പറയാൻ ഒരു നിയമവും നോക്കേണ്ട കാര്യമില്ലെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അവിടെ നിയമത്തിന്റെ തടസ്സമാണ്, അതാണ് ഇതാണെന്നൊന്നും പറഞ്ഞ് ഒരു രീതിയിലും ഒഴിയേണ്ട കാര്യമില്ല. ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ലെന്ന് ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയും. അതിനുള്ള ചങ്കുറപ്പുണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ബിജു സോപാനം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ വന്നങ്ങ് സംസാരിക്കുന്നുണ്ട്. ഇത്രയും ദിവസം നിയമ തടസ്സമായിരുന്നു, ഇപ്പൊ എന്തായാലും നിയമത്തിന്റെ തടസ്സം എല്ലാവർക്കും ഒരുമിച്ച് അങ്ങ് വിട്ട എന്നുള്ളൊരു ചോദ്യവും കൂടി എനിക്ക് ഇവിടെ ചോദിക്കേണ്ടി വരും. എന്തായാലും നമുക്ക് കേട്ടു നോക്കാം. ഒരു ലൈംഗിക അതിക്രമം എന്ന പേരിൽ ആര് കൊടുത്താലും അറസ്റ്റാണ്, FIR ഇടും. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും വർഷത്തെ ഒരു എൻ്റെ കലാജീവിതത്തിനിടയിൽ ഫസ്റ്റ് ടൈമിൽ ഇത് വരുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. ഞാൻ മാത്രമല്ല, കുടുംബം പേടിക്കില്ലേ. എനിക്കൊരു മകളുണ്ട്, ഈ കൊടുത്തൊരു സ്ത്രീയാണെന്നറിയാം. അപ്പോൾ എൻ്റെ ഭാര്യ സ്ത്രീയല്ലേ, മോള് സ്ത്രീയല്ലേ, അമ്മ, സഹോദരിമാർ, പിന്നെ എൻ്റെ ഫ്രണ്ട്സുകൾ എത്രയോ സ്ത്രീ പുരുഷന്മാരുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലൊക്കെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. നമുക്കെതിരെ ഇങ്ങനെ ഒരു പീഡന കേസ് വന്നു, പ്രത്യേകിച്ച് ഒരു പെണ്ണ് വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആണുങ്ങളുടെ കരിയർ അങ്ങ് തീർന്നെന്ന് അങ്ങ് കൂട്ടിയാൽ മതി. ആ രീതിയിലായിരിക്കും പിന്നെ അത് കത്തി പടരുന്നത്. പക്ഷെ ഒരു പെണ്ണ് കേസ് വന്നാൽ കൂടി അത് ജെനുവിൻ അല്ലെങ്കിൽ അത് ചങ്കുറപ്പോടെ നിന്ന് പ്രതികരിക്കാനും പറയാനുള്ള ഒരു മനക്കരുത്ത് നമ്മൾ കാണിക്കണം ആണുങ്ങൾ. അത് വേറെ ആരും കൊണ്ട് തരത്തില്ല. ഈ സമൂഹവും നമ്മുടെ കുടുംബവും മൊത്തം നമ്മളെ ചെളിവാരി അടിച്ചാൽ കൂടി നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ചങ്കൂറ്റത്തോടെ നെഞ്ചും മരിച്ച് സംസാരിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. അവിടെ കരിയർ നോക്കാൻ പാടില്ല, നിയമത്തിന്റെ വശം നോക്കാൻ പാടില്ല, ഒന്നും നോക്കേണ്ട കാര്യമില്ല. ചങ്കൂറ്റത്തോടെ സത്യം വിളിച്ച് പറയുന്നതിന് എന്ത് നിയമമാണ് ഇവിടെ നോക്കേണ്ടത്? എനിക്കൊരു നിയമം നോക്കേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി, എൻ്റെ ഒപ്പീനിയനിൽ. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. എന്തായാലും ബിജു സോപാനം ഇത്രയും നാളുകൾക്ക് ശേഷം ഇപ്പം വന്ന് നിയമത്തിന് വെല്ലുവിളിച്ചും കൊണ്ട്, അല്ലെങ്കിൽ നിയമം നോക്കാതെ ഇപ്പൊ സംസാരിക്കുന്നത് എന്തിനാണെന്നുള്ളൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. അതെനിക്ക് എന്തിനാണെന്ന് കണക്ട് ആവുന്നതുമില്ല. ഉടനീളം ഇന്റർവ്യൂവിൽ എനിക്കത് മനസ്സിലായതുമില്ല. ഇത്രയും ദിവസം പറയാതെ ഇപ്പൊ വന്ന് എന്തിന് പറഞ്ഞു. എന്തായാലും SP ശ്രീകുമാർ വന്നതിന് പിന്നാലെ ബിജു സോപാനം എത്തിയിട്ടുണ്ട്. എന്തോ ഒരു വളച്ചടി ചുറ്റിക്കളി ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. പിന്നെ ധൈര്യം എന്താണ്? അങ്ങനെ സംഭവം ഇല്ല, എനിക്കറിയാം. പക്ഷെ എനിക്ക് ഞാനിപ്പോൾ അലിയെടുത്ത് പറയണം, എനിക്ക് ഇങ്ങനൊരു സംഭവം ഇല്ല, ഡാലി വിശ്വസിക്കുമോ? ഇല്ല. അപ്പം അത് നമ്മൾ നിയമത്തിൻ്റെ വഴിയെ പോകണം. അപ്പം നിയമം അനുശാസിക്കുന്ന രീതിയിലും പറയുന്ന രീതിയിലും എനിക്ക് ജുഡീഷ്യലിൽ വിശ്വാസം ഉള്ളതുകൊണ്ട് അവർ പറയുന്ന പോലെ എനിക്ക് കേൾക്കാൻ പറ്റുമോ? അതെ, ഓക്കെ. ഇപ്പം നിങ്ങൾ പറയുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു, അവൾ കൊണ്ട് കേസ് കൊടുത്തു. അപ്പം ഞാൻ മിണ്ടാതിരുന്ന് ഓക്കെ, അത് ഞാൻ ചെയ്തത് കൊണ്ട് ഞാൻ മിണ്ടാതെ അങ്ങിരിക്കും, ചെയ്തത് തെറ്റാണ്, വന്ന് കിടന്ന് മെഴുകിയിട്ടും കാര്യമില്ല. മെഴുകിയാലും എൻ്റെ വാക്കുകളിൽ പതർച്ച ഉണ്ടാകും, എത്രയൊക്കെ ഞാൻ വലിയ സത്യസന്ധനായിട്ട് നിൽക്കാൻ നോക്കിയാലും. മറിച്ച് ഞാൻ ഒരു പെൺകുട്ടി ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ എനിക്കെതിരെ ഒരു പെൺകുട്ടി ഉണ്ട്, കള്ളക്കേസ് കൊടുത്ത്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലപോലെ വൈരാഗ്യവും വാശിയും വരും. ഈ 2 സാധനം വരുമ്പം ഞാൻ ചങ്കറപ്പോടെ നെഞ്ചും വിരിച്ചു നിന്ന് ഞാൻ വന്ന് പ്രതികരിക്കും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായിരിക്കും ഞാൻ ചെയ്യുന്ന ഫസ്റ്റ്. നിവിൻ പോളി ചെയ്ത അതേ സാധനം. ഞാൻ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ചങ്കുറപ്പോടെ വന്ന് നിന്ന് പ്രതികരിക്കും. അല്ലാണ്ട് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മിണ്ടത്തില്ല, ഉള്ള കാര്യം മിണ്ടത്തില്ല. പിന്നെ ഞാൻ ആലോചിച്ചും അതിനെങ്ങനെ വളച്ചൊടിക്കാം, അതിനെങ്ങനെ വളച്ചൊടിച്ച് എനിക്ക് രക്ഷപ്പെടാം എന്നുള്ള പോയിന്റുകളൊക്കെ ആലോചിച്ച് വക്കീലുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ പിന്നെ വരത്തുള്ളൂ. അതുവരെ ഞാൻ മിണ്ടത്തില്ല. പക്ഷെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സ്പോട്ടിൽ വരും ചങ്കുറപ്പോടെ. എനിക്ക് അവിടെ നിയമം നോക്കേണ്ട കാര്യമില്ല, വക്കീലിനെ നോക്കേണ്ട കാര്യമില്ല, എനിക്കിനി എന്ത് ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവുമെന്ന് നോക്കേണ്ട കാര്യവും എനിക്കില്ല. ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ചിന്തിക്കുന്നത് ഇത്തരം കേസുകൾ.
അതുകൊണ്ട് തന്നെ ഞാൻ നിവിൻ പോളി എപ്പോഴും ഇതിലൊരു ഉദാഹരണം വയ്ക്കുന്നത്. അവൻ ചങ്കുറപ്പോടെന്ന് പറയുകയും ചെയ്ത് ആ കേസ് തെളിയുകയും ചെയ്ത് അവൻ നിരപരാധിയാണെന്ന്. അതാണ് അതിന്റെ വേറൊരു ബാക്കി. ആരെ ധരിപ്പിക്കാനാണ്? ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ട്, അവർ വിചാരിക്കും അയ്യോ ബിച്ചേട്ട എന്തുകൊണ്ട് പറയാ, ഇല്ല ഇയാൾ ഇങ്ങനെ ചെയ്യൂ, ബീച്ചേട്ടാന്ന് പറയില്ല, ബാലു ഇങ്ങനെ ചെയ്യുമെന്ന്. അവര് ക്യാരക്ടർ പറയുള്ളൂ. അപ്പം എനിക്ക് ഇത് ഏറ്റയ്ക്കുന്നത് ബാലുവിനല്ല, ബിജു സോപാനത്തിനാണ് ഏറ്റത്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ആ ബുദ്ധിപൂർവമായി ഈ ആവശ്യമില്ലാതെ വായിട്ട് അലയ്ക്കാതെ നിയമോപദേശം തേടുകയും എന്താണ് ചെയ്യേണ്ടത് കൃത്യമായ ഗൈഡൻസ് എനിക്ക് ഉണ്ടായിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കാറുള്ളത്. ഇപ്പം സംസാരിക്കാൻ എനിക്ക് സമയമായി, ഇതിനെപ്പറ്റി സംസാരിക്കാം, അതിന് പരിധിയുണ്ട്. അതെന്തുവാ ഇപ്പൊ സമയമായി അതിന് പരിധിയുണ്ടെന്ന് പറഞ്ഞു? എനിക്കത് അങ്ങോട്ട് മനസ്സിലായില്ല. ഇപ്പൊ സംസാരിക്കാന്ന് വന്നിരുന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഇന്റർവ്യൂവിൽ ഉടനീളം സംസാരിച്ചത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്, എന്നാൽ എനിക്ക് പരിധിയുണ്ട് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെങ്ങനെയെങ്കിലും അത് ക്ലാരിഫൈ ചെയ്യാൻ നോക്കുന്നില്ല. ആ ഒരു സെറ്റപ്പാണ് എനിക്ക് ഈ ഇന്റർവ്യൂവിൽ മനസ്സിലായത്. അതുപോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല. ചിലപ്പോൾ ഫേക്ക് അലിഗേഷൻ ആയിരിക്കും നിങ്ങൾക്കെതിരെയും SP ശ്രീകുമാറിനെതിരെയും വന്നിട്ടുള്ളത്. പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് 1-2 പേര് കോൺടാക്ട് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വാസ്തവമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറയാത്തതും ഒന്നും അങ്ങോട്ട് സൂചിപ്പിക്കാത്തത് പോലും. എനിക്കറിയത്തില്ല. എന്തായാലും ഇവിടെ ഇപ്പൊ ബിജു സോപാനം വന്ന് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയിട്ട് എനിക്ക് നിയമത്തിന്റെ തടസ്സമുണ്ട് എല്ലാം പറയാൻ പറ്റത്തില്ലെന്ന്. അല്ലെങ്കിൽ എല്ലാം എന്താണ് പറയാനിരിക്കുന്നത്? ഒരു പെൺകുട്ടി ഒന്നൊരു ആരോപണം ഇട്ട് നമുക്ക് പറ്റുമെങ്കിൽ നമ്മളത് തെളിയിക്കുക. നിവിൻ പോളി അന്നേ ദിവസം വന്നിട്ട് അവൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അവൻ ആ ഡേറ്റിന് ഇവിടെയും അവൾ ആ ഡേറ്റിന് അവിടെയും എന്നുള്ള കാര്യമൊക്കെ പിന്നെ തെളിഞ്ഞു വരുന്നതും ഒക്കെ നടക്കുന്നത്. പക്ഷെ ആദ്യം ഫസ്റ്റ് ഇംപ്രഷനിൽ അവൻ വന്ന് കാണിച്ചൊരു ചങ്കൂറ്റമുണ്ട്, ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള സാധനം. ആ ചങ്കൂറ്റമാണ് കാണിക്കേണ്ടത്. അതിനിപ്പോ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, എങ്കിലും ഞാൻ പറഞ്ഞെന്നുള്ളൂ, ഉണ്ടാവട്ടെ. ഇനി ഇല്ലാത്ത അലിഗേഷൻസ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതുപോലെ പ്രതികരിക്കാനുള്ളൊരു ചങ്കൂറ്റം കാണിക്കുക. പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക അതിക്രമം. അത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാലോ, എത്ര മിനിറ്റ് ചടച്ചു നോക്കിയാലോ, കൈ ഓങ്ങിയാലോ ഒക്കെ ലൈംഗിക അതിക്രമമാണല്ലോ. ഇത്ര സെക്കൻഡ് നോക്കിയാൽ ഓഹോ, ഇവിടെ സെക്കൻഡ് നോക്കിയ ആരോപണം ഒന്നും അല്ല പറഞ്ഞത്. ഏത് സെക്കൻഡ് നോക്കിയ ആരോപണമായിട്ട് ഇവിടെ കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. ഇവിടെ വേറെയാ പറഞ്ഞത്. ആരോപണം വേറെ ആയിരുന്നു, സെക്കൻഡ് നോക്കിയ ആരോപണം ഒന്നല്ല. എന്തുപ്പാ അണ്ണന്മാരെ ഇത്. പക്ഷേ ഈ ലൈംഗിക അതിക്രമത്തിനൊപ്പം ഇത് വീഡിയോയിൽ പകർത്തി എന്നുള്ളതാണ്. അങ്ങനെയാണ് കേസ്. അപ്പോൾ ഞാനിതൊക്കെ കണ്ട് നമ്മളെ മിഥുനത്തിലെ ഇന്നസെൻ്റ് എണ്ണപ്പോലെ ഇങ്ങനെ നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ധൈര്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതാണ്. കാരണം ഈ വീഡിയോ മൊബൈൽ ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഇല്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ കൈമാറി. അവരത് എൻ്റെ അകത്ത് നോക്കട്ടെ. ഡിലീറ്റ് ചെയ്താലും കണ്ടുപിടിക്കാം. എന്ത് ചെയ്താലും കണ്ടുപിടിക്കാം. അപ്പോൾ അത് വരട്ടെ. അപ്പോൾ അതിനോട് സമയം എനിക്ക് തരണം അല്ലേ? അത് വരട്ടെ. അപ്പം പിന്നെ എല്ലാം എന്താണ് തെളിയില്ലേ എന്താണ്. അപ്പോൾ ഈ അവിടെ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഇത് ചെയ്തതാണോ, വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്തതാണോ, അതോ ഇനി ആരെങ്കിലും പറഞ്ഞു ചെയ്യിപ്പിച്ചതാണോ? ഓക്കെ, ഇവിടെ ഇപ്പൊ ബിജു സോപാനം മൊബൈലിന്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊബൈല് ചെക്കിങ്ങിന് കൊടുത്തിട്ടുണ്ട്. അതിൽ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നെങ്കിൽ തെളിയിക്കട്ടെ. ഇതിപ്പോൾ ഡിലീറ്റ് ചെയ്താൽ കൂടി നമുക്ക് തിരിച്ച് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതിൽ നിന്ന് തിരിച്ചെടുക്കാൻ പറ്റും. പക്ഷേ കൊടുത്ത ഫോൺ തന്നെയാണോ ഈ എടുത്ത ഫോൺ എന്ന് പറയുന്നതെന്ന് നമുക്കൊരു ചോദ്യചിഹ്നമുണ്ട്. ഇനിയിപ്പോൾ ബിജു സോപാനം തെറ്റ് ചെയ്തെന്നല്ല ഞാൻ പറയുന്നത്, ഞാനൊരു പോസിബിലിറ്റി പറഞ്ഞതാണ്. നമുക്കൊരു സ്പെയർ ഫോൺ ഉണ്ടെങ്കിൽ അത് വെച്ച് എടുത്തൂടെ? ആ രീതിയിൽ എന്തോ അറിയത്തില്ല. പക്ഷെ ഇവിടെ ബിജു സോപാനം പറയുന്ന കാര്യങ്ങൾ കുറച്ചൊന്നും എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. മേ ബി അങ്ങേരു ഇങ്ങനൊരു സംഭവം ചെയ്തിട്ടില്ലായിരിക്കാം. പക്ഷെ നമ്മൾ പ്രതികരിക്കേണ്ട റൈറ്റ് ടൈമിൽ പ്രതികരിച്ചില്ലെങ്കിൽ ഓഫ് കോഴ്സ് കാണുന്ന ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അത് തന്നെയാണ് ഒരു കൺഫ്യൂഷനും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. ഓഫ് കോഴ്സ് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അത് കോടതിപരമായി തെളിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എതിരെ കള്ളക്കേസ് കൊടുത്ത ആൾക്ക് എതിരെ കേസും നടപടിയൊക്കെ ആയിട്ട് പോകണമെന്ന് തന്നെയാണ് എന്റെയും ഒരു ഒപ്പീനിയൻ. എന്തായാലും ബാക്കി 2 പേർക്കെതിരെയാണ് അല്ലേ? 2 പേർക്ക് നിങ്ങൾ അതിനകത്തുണ്ടായിരുന്നു, ശ്രീകുമാറുണ്ട്. അവൻ സെറ്റിൽ വാതുറന്ന് സംസാരിക്കില്ല. അവൻ സ്ക്രിപ്റ്റ് പഠിക്കാൻ വേണ്ടി മാത്രമേ വാതുറക്കുള്ളൂ. ആരെ കാലത്ത് ഇടപെടാൻ പോകുന്നത് എവിടെയെങ്കിലും പോയിരിക്കുന്നവർ. എന്തുവാ ഇങ്ങനത്തെ ഒരു കമ്പാരിസൺ, ഒരു ന്യായീകരണം? സ്ക്രിപ്റ്റ് തുറക്കാൻ മാത്രമേ വാതുറക്കത്തുള്ളൂ. ഈ പരിപാടിക്ക് വാതുറക്കണമെന്നുള്ള നിർബന്ധമുണ്ടോ? നമുക്ക് എല്ലാം അക്സെപ്റ്റ് ചെയ്ത് തരാൻ പറ്റത്തില്ല. എങ്കിലും ഓക്കെ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പോകാം. നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ എളിയട്ടെ, അന്ന് നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും. ഇന്നിപ്പോൾ ഞാൻ ആരുടെയും കൂടെ നിൽക്കുന്നില്ല, അവരുടെ കൂടെയുമില്ല, നിങ്ങളുടെ കൂടെയുമില്ല. ന്യൂട്രലായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. കാരണം പറയുന്ന കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി നമുക്ക് ഫീൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് ആരുടെയും കൂടെ നിൽക്കാൻ പറ്റത്തില്ല. അന്ന് നിവിൻ പോളിയൊക്കെ വന്ന് ആ പ്രതികരിച്ച സമയത്ത് സ്പോട്ടിൽ തന്നെ അവൻ്റെ കൂടെ സപ്പോർട്ടാണ്. കാരണം
അവൻ പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ടെന്നുള്ളൊരു തോന്നൽ കാണുന്ന പ്രേക്ഷകർക്കുണ്ടാവും. ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, ആ സാധനമൊന്നും ഇവിടെ നിന്ന് കിട്ടുന്നില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലർ അന്തം വിട്ട എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്തതാണോ ഒന്നും അറിയില്ല. പക്ഷേ ഇത് നമ്മൾ നിയമപരമായിട്ട് നേരിട്ടല്ലേ പറ്റൂ. തീർച്ചയായിട്ടും. കാരണം എൻ്റെ കരിയർ നശിപ്പിക്കുന്ന വിധത്തിലാണ്. ആരും ബുദ്ധിയില്ലാത്തവരൊന്നുമല്ലല്ലോ, അറിയാമല്ലോ എൻ്റെ കോൺസിക്വൻസ് എന്താവും നന്നായിട്ട് അറിയാം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്താവും കുറച്ച് കാലത്തേക്കെങ്കിലും. അവർക്ക് തന്നെ അറിയാം, എല്ലാ കാലത്തേക്കും പെടില്ല. കാരണം എൻ്റെ സത്യാവസ്ഥ അവർക്കറിയാം. അപ്പം അവരെ കൊടുത്ത ആളിൻ്റെ മനസ്സാക്ഷിയോട് ചോദിക്കണം, ഞാൻ എന്ത് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് അവരെ മനസ്സാക്ഷിയോട് ചോദിക്കണം. അപ്പോൾ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരട്ടെ. അല്ലാതെ ഞാനിപ്പോൾ എന്ത് പറയാൻ പറ്റില്ല, ഇല്ല എന്ന് ഞാൻ മറവിളി കൂട്ടി വിളിച്ച് പറയണം അയ്യോ ഞാനങ്ങനെ ചെയ്തിട്ടില്ല, ആരും വിശ്വസിക്കത്തില്ല. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ വിശ്വസിക്കും എപ്പോഴെന്നറിയാമോ, ഈ കേസ് ലൈംഗിക അതിക്രമം എന്നുള്ള കേസ് കോടതി വഴി തെളിയുമ്പോഴും ഈ അവർ പറയുന്നത് ഇത് മൊബൈൽ ഷൂട്ട് ചെയ്യുന്ന ആ മൊബൈൽ വരുമ്പോഴും കറക്റ്റായി തെളിഞ്ഞിരിക്കും. അതൊക്കെയാണ് തെളിഞ്ഞിരിക്കും. പക്ഷേ ഇതൊക്കെ എന്ന് തെളിയുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എത്ര വർഷം എടുക്കും? ഈ കേസ് നീണ്ടു പോകും. ഇതൊക്കെ തെളിയാനൊക്കെ ഭയങ്കര പാടാണ്. നിങ്ങൾ ഇവിടെ നിന്ന് കൗണ്ടർ അടിക്കുക, അവരവിടെ നിന്ന് അടിക്കുക, അങ്ങനെ അടിച്ചടിച്ച് വക്കീൽ ഈ കേസൊക്കെ വെച്ച് കുറെ കാലം തിന്നും. അല്ലാണ്ട് ഇതൊക്കെ ഏത് കാലത്ത് ഇതിന്റെയൊക്കെ സത്യം പുറത്തു വരുമെന്ന് എനിക്കൊരു പിടിയുമില്ല. എന്തായാലും വരട്ടെ, എത്രയും വേഗം ഇതിന്റെ സത്യം പുറത്തു വരട്ടെ. ഇവരുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ ഇവർക്കെതിരെ കള്ളക്കേസ് കൊടുത്ത ആ സ്ത്രീക്കെതിരെ നടപടി എടുക്കുന്നത് കാണാനും ആ സ്ത്രീയെ എക്സ്പോസ് ചെയ്യാനും നമ്മൾ കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ ദിവസം 2 ദിവസം പുറത്തിറങ്ങാൻ ഒരു മടിയായിരുന്നു. പിന്നെ ഞാൻ രീതിക്കാണ് വാർത്ത വന്നത്. പടം വരെ വെച്ചാണ് വാർത്ത. പടം വരെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ പ്രോഗ്രാമിൽ സിനിമയിലൊക്കെ അഭിനയിച്ചാൽ കൂടുതൽ റീച്ച് എനിക്ക് കിട്ടിയെന്ന് തോന്നുന്നു. അതെ അതെ അതെ. പക്ഷെ ഇപ്പോഴും ഞാൻ ധൈര്യമായിട്ടിരിക്കുന്നത് എന്താണ് മനസ്സിലായല്ലോ, എനിക്ക് എന്നെ അറിയാം, അങ്ങനെ സംഭവമേ ഞാൻ ചെയ്തിട്ട്. ഓക്കെ, ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവട്ടെ. മുന്നോട്ടുള്ള ജീവിതത്തിൽ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവട്ടെ. മുന്നോട്ട് പോകുന്ന കേസുകളിലും ആ കോൺഫിഡൻസ് ഉണ്ടാവട്ടെ എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും. ഞാൻ ഒരു കാര്യം ഓപ്പണായിട്ട് പറയാം, എനിക്കെതിരെ ഇങ്ങനെ ഒരു കള്ളക്കേസ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മോളെ കൊടുക്കുന്നവളുടെ വിധിയാണെന്ന് കൂട്ടിയാൽ മതി. കള്ളക്കേസ് കൊടുക്കുകയാണ്, ഞാൻ സത്യസന്ധമായിട്ട് പീഡിപ്പിച്ചെങ്കിൽ കേസ് കൊണ്ടുകൊടുത്തോ, ഞാൻ തോൽവി സമ്മതിച്ചു. പക്ഷെ കള്ളക്കേസ് കൊണ്ടുകൊടുത്താൽ കൊടുക്കുന്നതിൻ്റെ കാര്യത്തിൽ ഞാൻ തീരുമാനമാക്കും. അത് വേറെ കാര്യം, ഞാൻ ഉള്ള കാര്യം പറയാം. കള്ളക്കേസ് ആരും കൊടുക്കാതിരിക്കട്ടെ. ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിച്ചത് നിവിൻ പോളിനെയാണ് കേട്ടോ. അതാണ് പറയുന്നത്, എൻ്റെ കേസിന്റെ വ്യത്യാസം. നിവിൻ പോളിനെയാണ് എല്ലാവരും ചോദിച്ചത്. നിവിൻ പോളി അന്ന് നിവിൻ പോളിന് ആരോപണം വരുന്നു, വൈകുന്നേരം 7 മണിക്ക് വാർത്താസമ്മേളനം നടത്തുവാണ് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തിയാണ് ആളുകളുടെ അടുത്ത് വന്നത്. പക്ഷേ അദ്ദേഹം ആ സറൗണ്ടിൽ ഇല്ല. ഇതല്ല ഒരേ ഏരിയയിൽ എന്നുള്ളതാ കേസ്. പിന്നെ ഒരുമിച്ചുണ്ട്, നിങ്ങൾ ഒരുമിച്ചുണ്ട്, ഒരു ലൊക്കേഷനിലുണ്ട്. അതാണ്. ഓക്കെ, ഇവിടെ ബിജു സോപാനം തന്നെ സമ്മതിക്കുന്നു, ഞങ്ങൾ ആ സമയത്ത് ഒരുമിച്ച് ലൊക്കേഷനിൽ ഉണ്ടെന്ന്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പിന്നെ നിവിൻ പോളിയുടെ കേസ് ഇയാൾ പറയുന്നത് അവർ ഒരുമിച്ച് ആ ലൊക്കേഷനിൽ ഇല്ല, ആ സമയത്ത് രണ്ടുപേരും 2 രാജ്യത്താണ് എന്നുള്ള സാധനം പറയുന്നുണ്ട്. അത് പക്ഷേ കേസ് കൊടുത്ത സമയത്ത് നിവിൻ പോളിക്ക് അറിയത്തില്ല. നിവിൻ പോളി പിന്നെയാണ് ഡാറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പിന്നെ 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം എങ്ങാണ്ടാണ് അതൊക്കെ എക്സ്പോസ് ചെയ്യുന്ന തെളിവ് സഹിതം വിനീത് ശ്രീനിവാസൻ ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പുറത്തുവിടുന്നത്. പിന്നെയാണ് ഡാറ്റും കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നത്. പക്ഷേ കേസ് കൊടുത്ത് സ്പോട്ടിൽ നിവിൻ പോളി അവിടെ എത്തി പ്രതികരിക്കാനായിട്ട്. അതായത് ഞാനത് ചെയ്തിട്ടില്ലടേ, ഞാൻ ചെയ്യത്തില്ലടേ, ആ സാധനമായിട്ട് നിവിൻ പോളി അവിടെ എത്തി. അത് ഒരു വ്യക്തിയുടെ ഒരു കോൺഫിഡൻസ് ആണ്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ എന്തിനു പാത്തും പതുങ്ങി ഒളിച്ചു ഇരിക്കണം, ഞാൻ ചെയ്തിട്ടില്ല, എനിക്കത് തുറന്ന് പറയണം. അത് ഒരു കോൺഫിഡൻസും തൻ്റെ ഇടവും ധൈര്യമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ആ ഒരു ധൈര്യം തൻ്റെ ഇടവും കാരണമാണ് നിവിൻ പോളി എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് വിട്ട. ബാക്കി ആരും ഇതുപോലെ ഒന്നും വന്ന് പ്രതികരിക്കുന്നില്ല. മുട്ടിട്ടടിച്ച് വിറച്ച് നിൽക്കുക, പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. ഞാൻ സീരിയസിൽ പറയാടെ, നമ്മൾ ചെയ്യാത്തൊരു കേസ് നമ്മുടെ തലയിൽ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എത്രയൊക്കെ ആരൊക്കെ കുറ്റം പറഞ്ഞാലും ആരൊക്കെ തള്ളി പറഞ്ഞാലും നമ്മൾ ചങ്കറപ്പോടെ ചങ്കൂറ്റത്തോടെ വരണമെന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ എനിക്കത് അറിയില്ല സത്യം. FIR-നെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയുന്നതിന് ഞാൻ ഇതോടുകൂടിയാണ്. അപ്പം എൻ്റെ നിയമത്തിലുള്ള ആൾക്കാർ പറഞ്ഞതാ നിനക്ക് FIR ഉണ്ട്, അറസ്റ്റാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ഇതിന് വേണ്ടി അന്ന് കുറച്ച് കോടതി ഒഴിവൊക്കെയായിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ പെട്ടുപോയില്ല. കാരണം അറിയില്ല, എനിക്കിത് കേട്ടിട്ട് എന്താ പിന്നെയാണ് ഞാൻ അറിയുന്നത്, അയ്യോ ഇതൊക്കെയാണോ സംഭവം. ഇതൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, അവർക്കൊക്കെ കൊടുക്കാം. കേസ് കേട്ടൊക്കെ അവർക്ക് കൊടുത്തിട്ട് ഇരിക്കാം.
പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈമാണ്. അതെന്ത് പറച്ചിലാണ്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതൊക്കെ കുഴപ്പമില്ല, അല്ലാത്തവർക്ക് ഇത് കുഴപ്പമാണ്. എൻ്റെ ലൈഫിൽ ഇത് ഫസ്റ്റ് ടൈമാണെന്ന്. എല്ലാവർക്കും ആദ്യത്തെ കേസാണ്. പിന്നെ കേസാവുമ്പോൾ കേസാവും. അങ്ങനത്തെ അങ്ങ് പൊക്കോണ്ടിരിക്കും. പിന്നെ ശീലമാവും. അതിനിപ്പോൾ വലിയ പുച്ഛിച്ചൊന്നും കാണേണ്ട കാര്യമില്ല. ഈ ഒരു ഇന്റർവ്യൂവിൽ കുറെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെ റിപ്പീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിച്ചും തിരിച്ചും പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇതിൽ മനസ്സിലാക്കിയത് എനിക്ക് അത്ര ഡൈജസ്റ്റീവ് ഒന്നും അല്ല. പ്രത്യേകിച്ച് അങ്ങും ഇങ്ങും എന്തൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇവരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സത്യം ജയിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇവർക്ക് നീതി ലഭിക്കണം. ആ സ്ത്രീക്കെതിരെ നടപടി എടുക്കണം. മറിച്ചാണെങ്കിൽ അതുപോലെ സംഭവിക്കട്ടെ. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ള ഈ കേസിൽ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ഇടണം. ബൈ.